ഹായ് വ്യൂവേഴ്സ്, കഞ്ഞിയും പയറും എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് മത്തിയുമായിട്ടുള്ള ഒരു പുതിയ വിഭവമായിട്ടാണ്. എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ വീഡിയോസ് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മലയാളികൾക്ക് ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ളൊരു മീനാണ് മത്തി അല്ലെങ്കിൽ ചാള. വിലയിൽ വളരെ തുച്ഛമാണെങ്കിലും ഗുണത്തിൽ വളരെയേറെ മേലെ നിൽക്കുന്ന ഒന്നാണ് മത്തി. നമ്മുടെ ആരോഗ്യത്തിന് തന്നെ ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്ന ഒരു മീനാണ് മത്തി എന്ന് പറയുന്നത്. ഈ മത്തി വേറൊരു പുതിയ റെസിപ്പിയിൽ നമുക്ക് ഉണ്ടാക്കി നോക്കാം. ഈ റെസിപ്പിയിൽ നമ്മൾ മുളക് പൊടിയോ കുരുമുളക് പൊടിയോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. നമ്മളെപ്പോഴും മത്തി ഫ്രൈ ചെയ്യാറുള്ളത് ഒന്നുകിൽ മുളക് പൊടി യൂസ് ചെയ്യും, അല്ലെങ്കിൽ കുരുമുളക് പൊടി ആയിരിക്കും. ഇതൊന്നും ഇല്ലാതെ നല്ല ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ നമുക്കൊരു മത്തി എങ്ങനെ ഫ്രൈ ചെയ്യാം എന്ന് നോക്കാം. നല്ല കാന്താരി മുളക് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു മത്തി ഫ്രൈ നമ്മൾ തയ്യാറാക്കുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇതിന് ഒരു പ്രത്യേക മസാലക്കൂട്ട് തന്നെ ഉണ്ടാക്കണം. ഈ മസാലക്കൂട്ട് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. കുറച്ച് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, ആവശ്യത്തിന് കാന്താരി മുളക്, 1-2 അല്ലി കറിവേപ്പില. എരിവിനനുസരിച്ച് കാന്താരി മുളകിന്റെ എണ്ണം കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യാം. ഇനി ഇവയെല്ലാം മിക്സിയിലിടുക. ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കി ഇടാൻ മറക്കരുത്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇവയെല്ലാം നന്നായി ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കുക. അരച്ചെടുത്ത ഈ പേസ്റ്റ് ഒരു ബൗളിലേക്ക് മാറ്റാം. ഈ ചമ്മന്തി പരുവമായ പേസ്റ്റിലേക്ക് 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ചെറുനാരങ്ങ നീര് എന്നിവ ചേർത്ത് കുഴച്ചെടുക്കുക. നന്നായി മിക്സ് ചെയ്ത ശേഷം ഈ മസാലയിലേക്ക് കഴുകി വച്ചിരിക്കുന്ന മത്തി ഇടുക. മത്തിയിൽ മസാല നന്നായി തേച്ച് പിടിപ്പിക്കണം. എല്ലാറ്റിലും ഒരേപോലെ മസാല തേക്കുക. ഇനി ഒരു ഫ്രൈ പാനിൽ അല്പം എണ്ണ ഒഴിച്ച് കുറച്ച് ഉലുവയിട്ട് മൂപ്പിച്ചെടുക്കാം. ഉലുവയുടെ നിറം മാറി വരുമ്പോൾ അതിലേക്ക് മസാല തേച്ച് വച്ചിരിക്കുന്ന മീനിടാം. ചെറിയ ചൂടിൽ ഇനി ഇത് ഫ്രൈ ചെയ്യുക. വേവുന്നതനുസരിച്ച് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കാം. കരിഞ്ഞു പോകാതെ പ്രത്യേകം സൂക്ഷിക്കണം. ഇരുവശങ്ങളും ഒരുപോലെ മൊരിഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യൽ കാന്താരി മത്തി ഫ്രൈ റെഡി. തീർത്തും ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഈ ഒരു ഡിഷ് തീർച്ചയായും വീട്ടിൽ പരീക്ഷിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാകുക തന്നെ ചെയ്യും. ഈ ന്യൂ റെസിപ്പിക്ക് ഒരു പേരും ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും അനുയോജ്യമായിട്ടുള്ള പേര് തോന്നുന്നുണ്ടെങ്കിൽ ഇതിനോടൊപ്പം തന്നെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യാനും മറക്കരുത്.